جعلنا من أمة سيدنا محمد صلى الله عليه وسلم والصلاة والسلام على سيدنا والتمرد التصديق بما جاء به سيدنا محمد صلى الله عليه وسلم. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു സന്ദേശവുമായി ഇവിടെ വന്നുവോ അത് ശരിയാണെന്ന് സമ്മതിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക, അതാണ് ഇസ്ലാം. അപ്പോൾ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മുടെ ഒരു ബൈലോ പോലെയാണ്. ഇവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കുമ്പോൾ ഒരു ബൈലോ ഉണ്ടാകും, ഭരണഘടന ഉണ്ടാകും. ആ ബൈലോ പോലെയാണ് പരിശുദ്ധ ഖുർആൻ. അതിൽ പറഞ്ഞ ഓരോന്നും നടപ്പിൽ വരുത്തിയത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു പറഞ്ഞു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. പരിശുദ്ധ ഖുർആൻ പറയുന്നു, നബിയെ റബ്ബിനെ കൊണ്ട് സത്യം, ജനങ്ങൾ മുഅ്മിനീങ്ങളാവുകയില്ല. ഒരു കാര്യം അവർക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ പ്രശ്നത്തിൽ നബി തങ്ങളുടെ തീരുമാനം സ്വീകരിക്കുകയും അങ്ങനെ സ്വീകരിക്കുമ്പോൾ സാധാരണ ജനങ്ങൾ മധ്യസ്ഥം പറഞ്ഞ് ഏതെങ്കിലും ഒരു കക്ഷിക്ക് വിധിച്ചു കൊടുക്കുമ്പോൾ മറ്റേ കക്ഷിക്ക് തോന്നും, ഞാൻ പറഞ്ഞതായിരുന്നല്ലോ ശരി, എന്നിട്ട് എൻ്റെ ഭാഗത്ത് ഈ ഭരണകർത്താവ് നിന്നില്ല, അത് മറ്റേ ആൾക്ക് ശരിയാക്കി കൊടുത്തു എന്ന് ചില ആളുകൾക്ക് തോന്നാറുണ്ട്. അല്ലാഹു പറയുന്നു, നബിതങ്ങൾ അങ്ങനെ ഒരു വിധി വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു സംശയവും ഇല്ലാതെ 100% അത് അംഗീകരിച്ച് അതാണ് സത്യം എന്ന് വിശ്വസിക്കുന്നത് വരെ ഒരു മനുഷ്യനും മുഅ്മിനല്ല, സത്യവിശ്വാസിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഇന്ന് നിങ്ങൾ നോക്കൂ, ഇസ്ലാം വലിയ വെല്ലുവിളികളെ നേരിടുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് പരിചയമില്ലാത്തത് കൊണ്ടാണ് ആ വെല്ലുവിളികളെല്ലാം വരുന്നത്. ഇസ്ലാമിനെ പരിചയപ്പെടുകയും ഇസ്ലാമിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന പക്ഷം ഈ വെല്ലുവിളികൾ ഇവിടെ ഉണ്ടാകാൻ നിർവാഹമില്ല. ഉദാഹരണത്തിന് മുസ്ലിം സമുദായം ഇവിടെ വർഗീയവാദികളാണെന്നും മറ്റുള്ള കക്ഷികളെ എല്ലാ
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ച ഒരു സ്ത്രീ ആ സ്ത്രീയുടെ സഹോദരൻ അന്ന് വിശ്വസിച്ചിട്ടില്ല. അന്ന് വിശ്വസിച്ചിട്ടില്ല, പിന്നീട് വിശ്വസിച്ചു. ആ സമയത്ത് അദ്ദേഹം സഹോദരിയെ അറിയിച്ചു, എനിക്ക് നമ്മളെ കുടുംബങ്ങളെയൊക്കെ കാണാൻ ഒന്ന് മക്കയിലേക്ക് വരണം, അത് നീ ഒരു സമ്മതം വാങ്ങിത്തരണം എന്ന് സഹോദരിയെ അറിയിച്ചപ്പോൾ ആ സഹോദരി സഹോദരനോട് പറയുന്നു, അങ്ങനെ സമ്മതമൊന്നും വാങ്ങേണ്ടതില്ല, സമ്മതം തന്നെയാണ്, നീ വന്നോ, നിന്നെ ആരും ഒന്നും ചെയ്യില്ല, നിനക്ക് ഞാൻ അഭയം തന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ സഹോദരൻ വരാൻ എഴുതുകയാണ്. അപ്പം ഈ വിവരം മക്കയിലുള്ള ചില ആളുകൾ അറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അദ്ദേഹത്തെ ഇങ്ങോട്ട് വരാൻ സമ്മതിച്ചുകൂടാ, ഇസ്ലാമിനെ ചീത്ത പറയുന്ന ആളാണ്, അദ്ദേഹം ഇസ്ലാമിൻ്റെ ശത്രുവാണ്, അദ്ദേഹത്തിന് അഭയം കൊടുത്തുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ ഈ സഹോദരി എന്നിട്ട് പറഞ്ഞു, പിന്നാലെ നബിയെ, ഞാൻ എൻ്റെ ഒരു സഹോദരന് ഇവിടെ ഒന്ന് വന്നു പോകാൻ സമ്മതം കൊടുത്തിരുന്നു, അത് സമ്മതിക്കില്ലെന്നാണ് ചില ആളുകൾ പറയുന്നത്. ആ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ എന്താണ് പറഞ്ഞത്? ഖദ് അസർനാ മൻ അസർതി. ഓ പെണ്ണേ, നീ ഒരു വ്യക്തിയാണ് സമ്മതം കൊടുത്തതെങ്കിലും നിന്റെ ആ സമ്മതത്തെ രാഷ്ട്രം അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് 100% അഭയം കൊടുക്കാം. നീ അഭയം കൊടുത്തത് ഈ ഇസ്ലാമിക രാഷ്ട്രം അംഗീകരിക്കുന്നു. എപ്പോഴാണ് ഇസ്ലാമിക രാഷ്ട്രം പറഞ്ഞത്? മദീനയിൽ പോയി പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയും സന്ധി കരാറുണ്ടാക്കി പിന്നീട് വരികയും ചെയ്ത് അവസാനം മക്ക ഫതഹ് ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് വരുന്നത് പ്രതിപക്ഷമില്ലാത്ത ഒരു ഭരണാധികാരിയായിട്ടാണ്. ഇവിടെ എല്ലാം പ്രതിപക്ഷം ഉണ്ടാവും. നമ്മൾ കേരളത്തിലുണ്ട്, എവിടെയുണ്ട് ഭരണത്തിൻ്റെ പ്രതിപക്ഷം. എന്നാൽ മക്കയിൽ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പ്രതിപക്ഷമില്ല, എന്ത് വിധിയും നടപ്പാക്കാം. ആ നിലയിലാണ് മക്കയിലേക്ക് കടക്കുന്നത്. കടന്ന സമയത്ത് തന്നെ ചില ആളുകൾ വിറച്ചു പേടിച്ചു നിൽക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ വരുന്നു, പ്രതിപക്ഷമില്ലാത്ത ഭരണാധികാരിയായി വരുന്നു, ഞങ്ങളെല്ലാം കൊന്നുകളയുമോ, ഞങ്ങളെല്ലാം നാടുകടത്തുമോ, എന്താണ് ഞങ്ങളെ ചെയ്യുക എന്ന് മക്കയിലെ അന്നത്തെ ബഹുദൈവ വിശ്വാസികൾ മുഴുവനും ഭയപ്പെടുകയും എല്ലാവരും പോയി ചില സ്ഥലത്ത് ഒളിക്കുകയും ചെയ്തു. ആ കൂട്ടത്തിൽ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ പോയി ഒളിച്ചിരുന്നു കുറച്ചാളുകൾ. വേറെ കുറച്ചാളുകൾ റസൂലുള്ളാഹിയുടെ മുമ്പിൽ ഹാജരാക്കി. ആ സമയത്ത് അവരെല്ലാം ഇങ്ങനെ വിളക്കുകയാണ്, ഇവിടെ പ്രതിപക്ഷമില്ലാത്ത ഒരു ഭരണാധികാരിയാണ്,
ഉള്ളത് ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് പേടിച്ച് വിറക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇദ്ഹബൂ വഅൻതും തുലഖാ, നിങ്ങളെല്ലാം പോയിക്കൊള്ളുക, നിങ്ങൾ യാതൊരു പേടിയും പേടിക്കണ്ട, ഞാൻ പ്രതികാരം വീട്ടുന്നില്ല. മൻ ദഖല ദാറ അബീ സുഫിയാൻ വഹുവ ആമിൻ, അബൂ സുഫിയാന്റെ വീട്ടിൽ പോയി ഒളിച്ച കുറേ ആളുകളുണ്ട്. അവരൊക്കെ വിശ്വസ്തരായി നിർഭയരായി അവിടെ നിന്നുകൊള്ളട്ടെ, ഞാൻ അവരെ പിടിക്കാൻ ആളെ അയക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. എല്ലാ മതക്കാർക്കും അവരുടെ വിശ്വാസം അനുസരിച്ച് നിൽക്കുന്നതിന് ഞാൻ ഒരിക്കലും എതിർത്തിട്ടില്ല. പക്ഷേ ഇസ്ലാം ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞവരോട് ഒരു ഡിഫൻസ് എന്ന നിലക്ക് മാത്രമാണ് ഇസ്ലാം യുദ്ധം ചെയ്തിട്ടുള്ളത്. ഇന്ന് നിങ്ങൾ നോക്കൂ, ഇസ്രായേലിൻ്റെ യുദ്ധം എത്ര ആയിരം കുട്ടികളെയാണ് അവർ കൊന്നത്, എത്ര പെണ്ണുങ്ങളെയാണ് കൊന്നത്. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന ഒരു യുദ്ധത്തിലും ഒരു സ്ത്രീയെ പോലും കൊല്ലാൻ പാടില്ല, ഒരു കുഞ്ഞിനെ പോലും കൊല്ലാൻ പാടില്ല. അവരൊക്കെ അഭിനയാവൂ, അവരിതിൽ ഭാഗമാക്കുക അല്ല. അതുകൊണ്ട് അവരെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സഹോദരങ്ങളെ, സ്ത്രീകളെ കൊല്ലാനോ കുട്ടികളെ കൊല്ലാനോ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. യുദ്ധം ചെയ്തവരോട് മാത്രം ആണ് യുദ്ധം ചെയ്യുന്നത്. സൂറത്ത് തൗബയിൽ അല്ലാഹു പറയുന്നു, അലാ തുഖാതിലൂന ഖൗമൻ നകസൂ അയ്മാനഹും വഹമ്മൂ ബിഇഖ്റാജി റസൂലി വഹും ബദഊകും അവ്വല മർറ. നബിയെ, നമ്മൾ യുദ്ധം തുടങ്ങിയിട്ടില്ല. വഹും ബദഊകും അവ്വല മർറത്തിൻ, അവരാണ് ആദ്യമായി യുദ്ധം തുടങ്ങിയവർ. നമ്മൾ യുദ്ധം തുടങ്ങിയിട്ടില്ല. അവർ യുദ്ധം തുടങ്ങിയപ്പോൾ അതിനെ തടുക്കുന്ന ഒരു ജോലി മാത്രമാണ് നാം ചെയ്തിട്ടുള്ളതെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. വഹും ബദഊകും അവ്വല മർറ, ആദ്യമായി നിങ്ങളോട് യുദ്ധം തുടങ്ങിയത് ആ മുശ്രിക്കുകളാണ്. നമ്മൾ യുദ്ധം തുടങ്ങിയിട്ടില്ല. ഇസ്ലാം മതത്തിലേക്ക് ആളുകളെ വെട്ടിപ്പിടിച്ച് ചേർക്കാൻ വേണ്ടി നാം യുദ്ധം ചെയ്തിട്ടില്ല. ആരെയും അങ്ങനെ കൊന്നിട്ടില്ല, ആരെയും പിടിച്ച് നിർബന്ധിച്ചിട്ടില്ല. മറിച്ച് അല്ലാഹുവിൻ്റെ ദീൻ ഇസ്ലാം അത് മാത്രമാണ്. ആ ഇസ്ലാമിൽ ജീവിച്ചവർക്ക് മാത്രമേ പരലോകത്ത് മരണാനന്തരം രക്ഷയുള്ളൂ എന്ന് പഠിപ്പിച്ചു കൊടുത്തതാണ്. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, ഇഷ്ടമില്ലാത്തവർക്ക് തള്ളാം. ഇതാണ് ഇസ്ലാമിൻ്റെ നിയമം. ഇസ്ലാം അവിടെയാണ് വർഗീയവാദിയായത്. മുസ്ലിംകൾ ഒരിക്കലും വർഗീയവാദിയായിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ചില യുവാക്കളെ ചില പ്രവർത്തനത്തിലേക്ക് വലിച്ചെടുക്കുന്നത്? ഇവിടുത്തെ ചില നിയമങ്ങളാണ്. ഇപ്പോൾ അതാ നല്ലൊരു വിധി സുപ്രീം കോടതി വിത്ത് പൊളിക്കൽ ബിൽഡിങ്ങുകളും പള്ളികളും മദ്രസകളും അതുപോലെ വീടുകളും ലോഡ്ജുകളും ഇതെല്ലാം അനാവശ്യമായി പൊളിച്ച് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് 2-3 വർഷം മുമ്പ് എറണാകുളത്ത് വലിയ ഒരു ലോഡ്ജ്, ഒരു കെട്ടിടം, 100കണക്കായ കുടുംബങ്ങൾ താമസിക്കുന്ന കെട്ടിടം. ആ കെട്ടിടത്തിൽ നിന്ന് ആളുകളെ ഒഴിവാക്കി അത് വെറുതെ അവിടെ നിന്നോട്ടെ, എന്നാൽ പൊളിക്കണ്ട എന്ന് നമ്മുടെ കേരള ഗവൺമെൻറ് അടക്കം പറഞ്ഞു നോക്കിയെങ്കിലും അന്നത്തെ സുപ്രീം കോടതി ജഡ്ജി
അത് സമ്മതിച്ചില്ല, പൊളിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തുണ്ടായിരുന്ന ആ കെട്ടിടങ്ങളെ ഒന്നായിട്ട് പൊളിച്ചു നീക്കി. ഇന്ന് ആ ജഡ്ജിമാർ മാറിയോ ഇല്ലേ? ഏതായാലും വേറെ ആളുകൾ വന്നത് സുപ്രീം കോടതി അതാ വിധിച്ചിരിക്കുന്നു. ആ പൊളിക്കൽ പ്രശ്നം നിർത്തണം. അൽഹംദുലില്ലാ അത് ഒരു സ്ഥിരമായ വിധിയല്ല എങ്കിലും അത് സ്ഥിരമായ വിധി ആകാമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ആവശ്യമുള്ളത് മാത്രമേ പൊളിക്കാൻ പാടുള്ളൂ. അനധികൃതമായി എടുത്തത് മാത്രമേ പൊളിക്കുകയോ നീക്കുകയോ ചെയ്യാൻ പാടുള്ളൂ എന്ന് നമുക്ക് ഇനിയും കോടതിയോട് പറയാം. അതായത് ഇപ്പോൾ കോടതി അങ്ങനെ ഒരു താൽക്കാലിക വിധിയെങ്കിലും താൽക്കാലിക വിധിയല്ലേ, താൽക്കാലികമാണ് ഇപ്പോൾ പറഞ്ഞത്. എന്നെ അത് ശാസ്ത്രമാക്കണം, ആക്കിയാൽ സമാധാനമായി. ഞാൻ തന്നെ എറണാകുളത്തെ വലിയ കെട്ടിടം ഇങ്ങനെ പൊളിഞ്ഞു വീഴുന്നത് കണ്ടപ്പോൾ വളരെ വേദനിച്ചു പോയി. എന്തൊരു ബുദ്ധിയാണ് അന്നത്തെ ഈ ജഡ്ജിമാർ ഉണ്ടായിരുന്നത് എന്ന് ആലോചിച്ചു പോയി. ആളുകളത് പ്രവർത്തനമില്ല, എല്ലാവരും പൊളിച്ചുപോയി. എന്നിട്ട് നല്ല ഉറപ്പുള്ള കെട്ടിടം അത് ബുൾഡോസർ വെച്ചുകൊണ്ട് പൊളിച്ചു നീക്കാൻ ഓർഡറാക്കി. അങ്ങനെ പൊളിച്ച് അത് വീഴുന്ന സമയത്ത് നമ്മളുടെ ഹൃദയം പൊട്ടുകയായി. പക്ഷേ ഇന്ന് ഈ വിധി ഉണ്ടായത് താൽക്കാലികമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് ശാശ്വതമാകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ചില വിധികളൊക്കെ ശാശ്വതമാകാത്തതും അറിയാത്തതും അഡ്വക്കറ്റുമാർ ശരിക്കും വാദിക്കാത്തതുകൊണ്ടാണെന്ന് അല്ലാഹു വാദിച്ചാലും ജീവിക്കുക ചില ആളുകൾ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ സ്ത്രീകളുടെ തലാഖിൻ്റെ വിഷയത്തിൽ എന്നൊരു വിഷയമുണ്ട്. ആ വിഷയത്തിന് എറണാകുളത്ത് ഹൈക്കോടതിയിൽ ഒരു വിധിയുണ്ടായി. ആ വിധിക്കെതിരായി മർക്കസ് സഖാഫത്ത് തുനിയ നിങ്ങളെല്ലാം സഹായിക്കുന്ന സ്ഥാപനമാണ് മർക്കസ്. ആ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ നേരത്തെ നമ്മളോട് പറഞ്ഞല്ലോ, ബാർ കൗൺസിലിൻ്റെ ചെയർമാൻ പറഞ്ഞല്ലോ, ചെയർമാനല്ലേ അല്ലേ, അദ്ദേഹം സാഹിത്യം പറഞ്ഞല്ലോ. അങ്ങനെ നമുക്ക് അംഗീകാരം കിട്ടി. അവിടെ പഠിച്ച കുട്ടികൾ നല്ല ജോറായി പഠിച്ച് ഒരു ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്തപ്പോൾ ഉടനെയാണ് ഈ കേസുണ്ടായത്. അങ്ങനെ നമ്മുടെ ഒരു സഖാഫി അവിടെ കോർട്ടിൽ പോയി അതിനെതിരായി വാദിച്ചപ്പോൾ 2-3 മണിക്കൂർ സംസാരിച്ചപ്പോൾ ജഡ്ജിക്ക് തന്നെ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് തോന്നൽ വന്നു. പക്ഷെ പറഞ്ഞതിനെതിരായിട്ട് അയാൾക്ക് തന്നെ വിളിക്കാൻ നിർത്തിയതല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞ് ഇന്ന് സുപ്രീം കോടതി പോയിക്കോളൂ. അയാളുടെ ഈ ചില ധാരണയുള്ളത് സുപ്രീം കോടതിയിൽ പോയാൽ ഈ കേസൊന്നും അവിടെ അഡ്മിറ്റ് ചെയ്യില്ലാതായിരുന്നു. നമ്മുടെ കുട്ടികൾ വാദിച്ച് അതവിടെ അഡ്മിറ്റ് ചെയ്യിപ്പിച്ച് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ്. ഫുള്ളിൻ്റെ മക്കള ഇസ്ലാം നിർദ്ദേശിക്കുന്നത് വേറെ, ഈ അറിവില്ലാത്ത ജഡ്ജിമാർ പലരും വിധിക്കുന്നത് വേറെ. ഇതിനെല്ലാം പരിഹാരം നാം ഇസ്ലാമിൽ തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്, നാം അത് പഠിച്ചിട്ടുണ്ട്. അത് മഹാന്മാരായ സഹാബത്തും താബിഈകളും ഇമാമുകളും പഠിപ്പിച്ച വിഷയങ്ങൾ നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ട്. ഏതായിരുന്നാലും അൽഹംദുലില്ലാ വലിയ സമാധാനം. അതുകൊണ്ട് സമാധാനത്തോടെ നിലനിൽക്കണം, ഐക്യം നിലനിൽക്കണം. എല്ലാ
മതവും ശരിയാണെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമില്ല. ഇസ്ലാം മാത്രമാണ് അള്ളാഹുവിൻ്റെ മതമെന്ന് നമ്മൾ പറയുന്നു. അതേ സമയത്ത് മറ്റൊരാളെ നീ ഇത് സ്വീകരിക്കണമെന്ന് പറയും അടിച്ചമർത്തുകയോ നിർബന്ധിക്കുകയോ ചെയ്യുന്നില്ല. അവർക്ക് ബുദ്ധിയുണ്ട്, അവരാലോചിച്ച് വേണ്ടത് ചെയ്യാവുന്നതാണ്. അതാണ് ഇസ്ലാം കൊടുത്ത അധികാരം. തപയ്യനെ കൊടുത്തു വളരെ വ്യക്തമായി സൂര്യപ്രകാശം പോലെ ഇസ്ലാമിൻ്റെ സന്ദേശം ഇവിടെ വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് ആരെയും നിർബന്ധിക്കേണ്ടതില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു സന്മാർഗമേത് അല്ലാത്തതേത് എന്ന് സൂര്യപ്രകാശം പോലെ വെളിച്ചത്ത് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഒരാളെയും നിർബന്ധിക്കേണ്ടുന്ന അവസ്ഥ ഇവിടെ ഇല്ല എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ വളരെ വ്യക്തമായി പറയുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, നാം ഇസ്ലാമിനെ പറ്റി പഠിക്കണം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പഠിക്കണം. ആ നബി തങ്ങളോട് നമുക്ക് പ്രിയം വേണം. മനസ്സിൻ്റെ ഉള്ളിൽ പ്രിയം ഉണ്ട് എങ്കിൽ ആ നബി പറഞ്ഞതനുസരിച്ചൊക്കെ നടക്കൽ വേണ്ടത് എന്ന് ചോദിക്കുന്ന ചില ആളുകൾ ഇവിടെയുണ്ട്. പറഞ്ഞതനുസരിച്ചെല്ലാം നടന്നതുകൊണ്ട് പ്രിയമുള്ളവരായി പോകണമെന്നില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഒരു പുള്ളിയെ കൊണ്ടുവന്നാൽ അവിടുത്തെ എസ്ഐ രണ്ടടി കൊടുത്ത് അതിനുശേഷം ഓടുന്നു വരും. എവിടെ ഒരു അതിർത്തി കണ്ടിട്ട് ഓടാൻ പറയും. അവിടെ വരെ ഓടും. പിന്നെ തിരിച്ചു വിളിക്കുമ്പോൾ തിരിച്ചു വരും. നിൽക്കാൻ പറയുമ്പോൾ നിൽക്കും, ഇരിക്കാൻ പറയുമ്പോൾ ഇരിക്കും. ഇതെല്ലാം അദ്ദേഹത്തിന് സ്നേഹമുണ്ടായിട്ട് ചെയ്യുന്നതല്ല, പോലീസിനെ അടിഭയപ്പെട്ടുകൊണ്ട് ചെയ്യുന്നതാണ്. എന്നാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന സുന്നത്ത് അത് നാം മുറുകെ പിടിക്കുന്നതിൻ്റെ പുറമെ അങ്ങയോടുള്ള പ്രിയം നമ്മുടെ ഹൃദയത്തിൽ വേണം. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വല്ലദീന ആമനൂ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ചവർ വഅസ്സറൂഹു നബി തങ്ങളെ ബഹുമാനിച്ചവർ വനസറൂഹു ആ നബിയെ സഹായിച്ചിട്ടുള്ളവർ വത്തബഅന്നൂറ അല്ലദീ ഉൻസില മഅഹു ആ നബി തങ്ങൾ കൊണ്ടുവന്ന മാർഗത്തെ അനുഗമിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവർ ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ അവർ വിജയികളാണ്. അപ്പോൾ ഇവിടെ അനുഗമിക്കലും പ്രവർത്തിക്കലും അത് വേറൊരു കാര്യമാണ്. മഹബത്ത് എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ കേട്ടില്ലേ ബഹുമാനപ്പെട്ട തങ്ങൾ വലിയ ഒഴിവായിരുന്നു. ഇന്നത്തെ ചില ചെറുപ്പക്കാരെ ഒഴിക്കും സഹാബത്ത് മൗലൂദ് വെച്ചിട്ടുള്ളൂ, റസൂലുള്ള മൗലൂദ് വെച്ചിട്ടുള്ളൂ. എണ്ണപ്പെട്ട് വെച്ചിട്ട് ഈ മൗലിദിനെയും മീലാദിനെയും എതിർക്കുന്നവരുണ്ട്. എന്നാൽ നിങ്ങൾ നോക്കൂ, ഏറ്റവും വലിയ മുഹിബായ കവിയായിരുന്നു. ആ കവിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഓ അതാ ഖുറൈശികളിൽ ചിലർ നമ്മളെ ചീത്ത പറയുന്നു, അത് ന്യായമായ ഒരു നടപടി കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രത്യേകമായ സ്റ്റേജ് ഉണ്ടാക്കി കൊടുക്കുകയും ആ സ്റ്റേജിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ചെറിയ ഒരുപാട് ബൈക്കുകളുണ്ട്. ലം
طرقت عيني وأجمل منك لم تلد النساء خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. سيدنا رسول الله صلى الله عليه وسلم തങ്ങളോട് അത്താഴം സ്ഥാപിച്ചു പറയുന്നു, ഓ നബിയെ, തങ്ങളെക്കാൾ പൂർണ്ണമായ ഒരു മനുഷ്യനെ കാണാൻ സാധ്യമല്ല. ബുദ്ധിയിലും അറിവിലും തൻ്റെ ഇടത്തിലും തർമ്മിഷ്ടരാകുന്നവരിൽ സത്യസന്ധതയിലും അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളിലും തങ്ങളെപ്പോലെ ഒരു മനുഷ്യനെ കാണാൻ സാധ്യമല്ല. അതുപോലെ ശ്രദ്ധിപ്പ് തങ്ങളെക്കാൾ ഭംഗിയുള്ള ഒരു മനുഷ്യനെ ഒരു ഉമ്മ പ്രസവിച്ചിട്ടില്ല. മഹദിയായ ആമിന റളിയല്ലാഹു അൻഹാ പ്രസവിച്ച ഈ മുഹമ്മദ് പേരായ കുട്ടി, ആ കുട്ടിയെപ്പോലെ ഭംഗിയുള്ള ഒരു കുട്ടിയെ ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല. ഒരു ഉമ്മയും ഗർഭം വന്നിട്ടുമില്ല, പ്രസവിച്ചിട്ടുമില്ല എന്ന് സ്ഥാപിച്ച് റളിയല്ലാഹു അൻഹു പറയുന്ന സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ അത് കേട്ടിട്ടുണ്ട്, അത് അംഗീകരിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കഴിയിട്ട് കുറേ എത്തിയപ്പോൾ അവിടെ ഒരു വരി പറഞ്ഞു, എൻ്റെ വാപ്പയും എൻ്റെ ഉമ്മയും എൻ്റെ അഭിമാനവും അത് മുഴുവനും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി സമർപ്പണമാണ് നബിയെ എന്ന് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ സ്ഥാപിച്ചതിന്റെ മതി ഇങ്ങനെ പറയുമ്പോൾ ഒരാൾ ചോദിച്ചു, അല്ലയോ ആയിഷ, നിങ്ങളുടെ പേരിൽ വിചാര ആരോ പറഞ്ഞ സമയത്ത് തങ്ങൾ ആ ആരോപണത്തിൽ അത്താഴം സ്ഥാപിച്ചു, അത് ശരിയായിക്കൂടെ എന്ന് ചോദിച്ചു പോയിട്ടുണ്ട്. ആ അത്താഴം സ്ഥാപിച്ചയാണോ തങ്ങൾ ഇത്രയും സന്തോഷിക്കുന്നത് എന്ന് ആയിഷയോട് നിങ്ങളെന്താണ് ഈ അത്താഴം നിങ്ങളെപ്പറ്റി വ്യഭിചാരങ്ങൾ പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തെ നിങ്ങളിത്രയും മധുരം ചെയ്യുന്നത് എന്നാണെന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്നോടൊറ്റ വഴി വെയ്ത്ത് റസൂലുള്ളാഹിയെ പറ്റി ചെല്ലിയത് മാറ്റും. അത്താഴത്ത് ജീവിതം മുഴുവനും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് പുറത്തു കൊടുക്കാൻ മാത്രം പര്യാപ്തമാണ് എന്ന് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിനെ മദീന ചെയ്യുന്നവരും അവിടുത്തെ സന്തോഷിപ്പിക്കുന്നവരും എത്രയോ അധികം ഉണ്ടായിരുന്നു. ഇത് ഇന്നത്തെ രാജാക്കന്മാരെ പോലെയല്ല. രാജാക്കന്മാർക്ക് പാട്ട് പാടാൻ വേണ്ടി കുറെ പാട്ടുകാരുണ്ടാവും, അത് പാടി ഇങ്ങനെ കേട്ട് ഉല്ലസിക്കുന്നവരുണ്ടാവും. അല്ലാഹുവിന്റെ റസൂലിന് അങ്ങനെ ആരുടെ പാട്ടും ആവശ്യമില്ല, ആരുടെ മതവും ആവശ്യമില്ല. പരിശുദ്ധ ഖുർആനിന്റെ പറഞ്ഞല്ലോ, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. ആദം നബി അലൈഹിസ്സലാം
മുതൽക്ക് 1.25 ലക്ഷം വരുന്ന അമ്പിയാമുർസലീങ്ങളുടെയും അതിൻ്റെ ഇടയിലുള്ള ലക്ഷവും വിരട്ടും ഔലിയാക്കളുടെയും സജ്ജനങ്ങളുടെയും സൽസ്വഭാവം അത് മുഴുവനും ഒരുമിച്ച് കൂട്ടി അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത് പോലെ അധികമായ സ്വഭാവത്തിൻ്റെ മേലെയാണ് തങ്ങളിരിക്കുന്നതെന്നും ഖുർആനിലൂടെ അല്ലാഹു തആല അറിയിക്കുകയുണ്ടായി. തങ്ങൾ നല്ല തത്വഭാവിയാണ് എന്നല്ല പറഞ്ഞത്. ആദമിന്റെ അരിത്തരാവ് മുതൽ 1.25 ലക്ഷം വരുന്ന അമ്പിയാമുർസലീങ്ങളുടെ തത്വഭാവം, അതുപോലെ ഇവിടെ കഴിഞ്ഞുപോയ മുഴുവൻ വലിയാക്കളുടെ തത്വഭാവവും എല്ലാ നല്ല ജനങ്ങളുടെ സൽസ്വഭാവവും തങ്ങൾക്ക് ഉണ്ട്. അത്രയും വലിയ മഹത്വമാണ് അവിടെ ഉള്ളതെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ലേ? പിന്നെ ഒരാൾ പാട്ടുപാടി കേൾക്കേണ്ടുന്ന, രസിക്കേണ്ടുന്ന, ഉല്ലസിക്കേണ്ടുന്ന ഒരവസ്ഥ അല്ലാഹുവിൻ്റെ റസൂലിന് ഇല്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അതുകൊണ്ട് തന്നെ സ്വഹാബത്തിന്റെ കാലം മുതൽ അല്ലാഹുവിൻ്റെ റസൂലിന്റെ മദ്ഹ് പറയുന്ന, മൗലിദ് ഓതുന്ന പതിവുകൾ മുസ്ലിംകൾക്കിടയിലുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ മൗലിദുകളുടെ എന്ന് എനിക്കറിയില്ല. എല്ലാ വീട്ടിലും റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതണം, റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയണം. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നവന് തീർച്ചയായും അല്ലാഹു തആല അവരുടെ ദോഷം പുറത്തു കൊടുക്കും. പരിശുദ്ധ ഖുർആൻ നമ്മൾ പ്രത്യേകമായി പഠിപ്പിച്ച കാര്യമാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അഖില ലോക ചരാചരങ്ങൾക്കും റഹ്മത്തായിട്ടല്ല തങ്ങളെ നാം അയച്ചിട്ടില്ല നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അഖില ലോകത്തിനും റഹ്മത്ത്, മനുഷ്യനും മൃഗത്തിനും പക്ഷിക്കും ജീവുള്ളതും ജീവനില്ലാത്തതും എല്ലാം റഹ്മത്ത്. ഇസ്ലാം എന്താണ് റഹ്മത്ത്? ഒരു പാർക്ക് ചെടികളൊക്കെ നട്ട് വളർത്തി ഒരു പാർക്ക് ഉണ്ടാക്കി ജനങ്ങൾ അവിടെ പോയി വിശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവിടെ പോയി നിങ്ങൾ മൂത്രിക്കാനോ കാട്ടിക്കാനോ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചില്ലേ? അവിടെ മുസ്ലിങ്ങൾ വന്ന പാർക്കാണ് എന്ന് പറഞ്ഞിട്ടില്ല. മനുഷ്യന്മാർ വന്ന് ഇരിക്കുന്ന പാർക്ക്, ആ പാർക്കിൽ പോയി മൂത്രിക്കുകയോ കാട്ടിക്കുകയോ ചെയ്യാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നു. അതുപോലെ ഒരു മരത്തിൽ നിന്ന് അതിൻ്റെ പഴം ഇങ്ങനെ പഴുത്ത് താഴെ വീഴുന്നുണ്ട്. മാവ് അതിൻ്റെ മാങ്ങ പഴുത്ത് വീഴുന്നുണ്ട്. അല്ലെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ കായകൾ പഴുത്ത് വീഴുന്നുണ്ട്. അങ്ങനെ പഴുത്ത് പഴങ്ങൾ വീഴുന്ന ഒരു വൃക്ഷത്തിൻ്റെ ഒരു ചെടിയുടെ ചുവട്ടിൽ പോയി കാട്ടിക്കാനും മൂത്രിക്കാനും പാടില്ല എന്ന് ഇസ്ലാം എത്രമാത്രം ശക്തിയായ നിലക്കാണ് പഠിപ്പിച്ചത്. ലോകത്തിൻ്റെ സമാധാനം ഇതല്ലേ ലോകത്ത് പഠിപ്പിക്കുന്നത്? ഇതല്ലേ സ്വഭാവം? ഒരാളെ ആക്രമിക്കാൻ പാടില്ല, ഒരാളെ ചീത്ത പറയാൻ പാടില്ല. എന്നെ കുറേ ആൾ ചീത്ത പറഞ്ഞു, എന്നാൽ നമുക്ക് അതിന് മറുപടി പറയാൻ പാടില്ല. ചീത്ത പറയുന്നത് അത് ശരിയല്ല പറഞ്ഞു കൊടുക്കും, അല്ലാതെ ചീത്ത പറയാൻ പാടില്ല. ഉദാഹരണത്തിന് മർക്കത്ത് സ്വഭാവത്തിൽ ചൊല്ലിയ ഞാൻ തുടങ്ങിയ കാലം മുതൽ ഒരു വിഭാഗം ശത്രുക്കൾ അവിടെ പോയിട്ട് അറബികളോടൊക്കെ പറഞ്ഞു കൊടുക്കും. കാരന്തൂര് അങ്ങനെ മർക്കത്തൊന്നുമില്ല, അവിടെ ചെറിയ മദ്രസയും
കുറച്ച് കുട്ടികൾ മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ജീവിതത്തിലാണ് വന്നിട്ടുള്ളത്. സഹോദരങ്ങളെ ചിന്തിക്കണം. ഒരു ദിവസം ദുബായ് ഓക്കാവിൻ്റെ ഓഫീസിൽ ഒരാൾ ഒരു പരസ്യം എഴുതി വച്ചിരിക്കുന്നു. എന്താണ്? ഷേഖ് അബൂബക്കർ എന്ന പേരൊരാൾ കേരളത്തിൽ നിന്ന് പിരിവിന് വന്നിട്ടുണ്ട്. ഇവിടെ മർക്കസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്നാൽ അങ്ങനെ ഒരു സ്ഥാപനം അവിടെ ഇല്ല. അതുകൊണ്ട് അയാൾക്ക് ആ പിരിവെടുക്കാൻ വേണ്ട എന്ന് ഗവൺമെൻറ്റിൻ്റെ പരസ്യം കൊടുക്കാൻ വേണ്ടി മേശപ്പുറത്ത് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോഴാണ് എന്നെ പരിചയമുള്ള ഒരാൾ അവിടെ എത്തി. പെട്ടെന്ന് രണ്ടാൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ മേശപ്പുറത്ത് കൈ സംസാരിക്കുമ്പോൾ ഈ കത്ത് കണ്ട് ഉടനെ അദ്ദേഹം, നിങ്ങൾ എന്താണ് ഈ എഴുതി വെച്ചിട്ടുള്ളത്? ഇത് സത്യവിരുദ്ധമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പോയി നോക്കിക്കൂടെ എന്ന് പറഞ്ഞിട്ട് വരച്ച് കീറിയവർക്കാണ്. ഇങ്ങനെ ഒരുപാട് ശത്രുക്കളും എതിരാളികളും എല്ലാവരും അതിനെ എതിർക്കുന്നു. പക്ഷേ അൽഹംദുലില്ല ഇപ്പോൾ 40 കൊല്ലമായി ആ സ്ഥാപനം വളർന്നു വരുന്നു. ഇന്ന് 65,000 കുട്ടികൾ ഇന്ത്യ രാജ്യത്ത് ആ മക്കളത്തിൻ്റെ കീഴിൽ പഠിക്കുന്നുണ്ട്. 65,000 കുട്ടികൾ. അത് ബംഗാളിലും അതുപോലെ ഒഡീസയിലും ജാർഖണ്ഡിലും ഹരിയാനയിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളും അവിടെ യാതൊരു വിദ്യാഭ്യാസമില്ലാത്ത സ്ഥലങ്ങളാണ്. അവിടെയെല്ലാം അല്ലാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് നമുക്ക് മദ്രസകൾ സ്ഥാപിക്കാൻ സാധിച്ചു. യതീംഖാന സ്ഥാപിക്കാൻ സാധിച്ചു. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തന്നു. 65,000 കുട്ടികൾ ഇപ്പോൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറീസയിലും ബംഗാളിലും അതുപോലെ മധ്യപ്രദേശിലും മറ്റെല്ലാ യു പിയിലും ബീഹാറിലും ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഉണ്ട്. കാശ്മീരിൽ ഞാനൊരു പോയി ഉച്ചക്ക് 1 മണിയായി നമ്മളെ ഒരു യതീംഖാന അവിടെ നടക്കുന്നുണ്ട്. അവിടെ ഞാനവിടെ ചെല്ലുമ്പോൾ കുട്ടികൾ വലിയ തീ കത്തിച്ചുകൊണ്ട് അതിന് ചുറ്റുഭാഗത്ത് തീ ആയോണ്ടിരിക്കുന്നു. ഉച്ചക്ക് 1 മണി സമയമാണ്. അപ്പം ഞാൻ ചോദിച്ചു, എല്ലാ കുട്ടികളെ വിട്ട സമയത്ത് നിങ്ങളെന്നെ വിളിക്കും? അവർ പറഞ്ഞ മാനവിയെ चादर नहीं होता, सर्दी बहुत ज़्यादा कुछ बैठा നമുക്ക് കുഴപ്പമില്ല. വല്ലാതെ തണുപ്പാണ്, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് നിങ്ങളിവിടെ വന്നിരിക്കാറുള്ളത്. ഉച്ചക്കാണ് സമയം. ഉടനെ ഞാൻ ഡൽഹിയിലെ ചോദിച്ച് നമ്മുടെ സുഹൃത്തിനെ കുറിച്ച് പറഞ്ഞത് ഒരു 100 കരിമട കൊടുത്തായിരുന്നു. അങ്ങനെ അയാൾ കരിമടം വാങ്ങി കൊടുത്തായിട്ട് വേറെ ആളെ ടിക്കറ്റ് കൊടുത്തിട്ട് കാശ്മീരിലേക്ക് കയറ്റി ഇതെനിക്ക് എത്തിച്ചാണ്. ഞാൻ ഈ കുട്ടികൾ നിലപ്പെടുത്തി. അത്ര കഠിനമായ തണുപ്പുള്ള സ്ഥലമാണ് കശ്മീർ. അതിൻ്റെ കശ്മീരിൻ്റെ 100 കിലോമീറ്റർ ഉള്ളോട്ട് പോയിട്ടാണ് നമ്മൾ നടക്കുന്ന യതീംഖാന ഉള്ളത്. ആ കുട്ടികൾക്ക് ഉച്ചക്ക് പോലും പുറപ്പില്ലാതെ ജീവിക്കാൻ കഴിയാതെ അത്രയും തണുപ്പുള്ള സ്ഥലം. അല്ലാഹുവിൻ്റെ സഹായത്താൽ അവിടെയെല്ലാം മദ്രസകൾ സ്ഥാപിക്കാനും യതീംഖാനകൾ സ്ഥാപിക്കാനും കുട്ടികളെ പഠിപ്പിച്ചെടുക്കാനും നമുക്ക് സാധിച്ചു. അല്ലാഹുവിൻ്റെ
നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ ദീനിനെ എല്ലാ സമയത്തും സഹായിക്കും. തൃശ്ശൂർ ജില്ലയിൽ നമ്മൾ വളർന്നു ആർക്ക് അബ്ദുറഹ്മാനാണ് ഇതേപോലെ കേച്ചേരി ഒരു 3 ഏക്കർ സ്ഥലം ആ കാലത്ത് തന്നെ ഇപ്പോഴത്തെ ഒരു സെന്റിന് 25 ലക്ഷം രൂപ ഒക്കെ വിലയുണ്ട്. അങ്ങനത്തെ സ്ഥലം നമുക്ക് സൗജന്യമായി തന്നു. അങ്ങനെ അവിടെ മമ്പലത്തുക ഉണ്ടാക്കി ആ സ്ഥാപനത്തിൽ എത്ര കുട്ടികളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ആളി മുഹമ്മദ് ഹാജി ഒരു കെട്ടിടമുണ്ടാക്കി തന്നു. അതും നമ്മളെ ഏൽപ്പിച്ചിട്ട് അത് മരിച്ചുപോയി. ബ്രഹ്മനാജി മരിച്ചുപോയി. അവർക്ക് 2 പേർക്കും നൽകട്ടെ. അവരെ സമർപ്പിച്ച നേത്രങ്ങൾ വന്നിട്ട് ഇവിടുത്തെ ആരോഗ്യ വകുപ്പുകാരുണ്ടായിരുന്നു. മർക്കത്തിൻ്റെ മീറ്റിംഗ് മാസത്തിലൊരിക്കൽ ഉണ്ടാകുമ്പോൾ വകുപ്പുകാരി ഈ ചാവക്കാട്ടിൽ നിന്ന് എല്ലാ മീറ്റിങ്ങിലും അവിടെ പട്ടികെടുക്കാൻ കാണാം. വകുപ്പുകാരി ആക്ടണ്ടായ ഒരു യോഗമില്ല. മരിക്കുന്നവരെ എല്ലാ യോഗത്തിലും ചില യോഗത്തിൽ വരുമ്പോൾ പല ആളുകളോടും കാശ് വാങ്ങിയിട്ട് ഒരുമിച്ച് കൂട്ടി അതോടെ മറക്കത്തിൽ കൊണ്ടുത്തരും. അദ്ദേഹത്തിൻ്റെ ഖബറിന് വെളിച്ചമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ അവസരം കൊടുക്കട്ടെ. അതുപോലെ എത്രയോ നല്ല മനുഷ്യന്മാരുണ്ട്. അല്ലാത്ത ഭാഗത്ത് ഏത് ഭാഗത്തുണ്ടാവും. അള്ളാഹുവിൻ്റെ റസൂലിന് എതിരാളികളുണ്ടായിരുന്നെങ്കിൽ നമുക്കെതിരാളികളില്ലാതെ അതെല്ലാ സ്ഥലത്തും ഏത് നാട്ടിലും ഉണ്ടാവും. അള്ളാഹു തആല അങ്ങനത്തെ എതിരാളികളെ എല്ലാ എതിർപ്പിലും രക്ഷപ്പെടുത്തി നമുക്ക് സുഖത്തിലുമാക്കി നിലനിർത്താൻ ഇവിടെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. എനിക്ക് കൂടുതൽ സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയാത്ത പണ്ടൊക്കെ 2-3 മണിക്കൂറുകൾ ഞാൻ പ്രസംഗിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് കഴിവില്ല. ഇത്രയെങ്കിലും അള്ളാഹു തന്നത് നിങ്ങളെയൊക്കെ ദുആകൊണ്ടാണ്. ഇനിയും ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. ചെയ്ത സ്വലാത്ത് തരണം. ഞാൻ ആദ്യം നിങ്ങൾക്ക് തെളിയിക്കുന്ന സ്വലാത്ത് ഒരു ദിവസം 100 പ്രാവശ്യം ചെല്ലാൻ ആകെ 5 മിനിറ്റോ 10 മിനിറ്റോ മതിയാകും. എല്ലാവരും ആ സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം കമാ തുഹിബ്ബു വതർളാ അദദ മാ തുഹിബ്ബു വതർളാ. ഈ സ്വലാത്ത് നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും എല്ലാവരും വീട്ടിലുള്ളവരാകും. വെള്ളിയാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈമാൻ സലാമത്താവും. മരിക്കുന്ന സമയത്ത് മുഅ്മിനായി മരിക്കാൻ കഴിയും. എല്ലാ ആളുകളും റസൂലുള്ളാഹിയുടെ ശഫാഅത്തിൽ ഉൾപ്പെടാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഞങ്ങളെ നിർത്തല്ലേ. നമ്മളെ വെങ്കടന്ന് കരി മാറ്റിയോട്ടെ. ഉമ്മ ആ ഉമ്മയുടെ ആണ്ടിൻ്റെ സമയം നാളെ ആ ഉമ്മ മരിച്ച ദിവസം വരണം. ഈ കാണുന്ന ഈ ജനങ്ങൾക്ക് മുഴുവൻ ഭക്ഷണം കൊടുക്കാൻ കഴിയുമായി തയ്യാറായി. ആ ഭക്ഷണത്തിൻ്റെ എല്ലാ പ്രതിഫലവും അദ്ദേഹത്തിന് കൊടുക്കുന്നതിൻ്റെ പുറമെ ഉമ്മക്ക് നീ എത്തിച്ചു കൊടുക്കണേ. ഞങ്ങളിൽ നിന്നും മരിച്ചുപോയ എല്ലാവരും ഞങ്ങൾ ഈ സംസാരിക്കുന്നത് സ്ഥലത്ത് എഴുതുന്നത് എല്ലാ പ്രതിഫലവും നീ എത്തിച്ചു കൊടുക്കണം.
ഹബീബായ നബി തങ്ങളുടെ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. നിങ്ങളറിയോ വെള്ളിയാഴ്ച പള്ളിയിൽ അൽക്കവിന് കൊണ്ട് അച്ചടിച്ചിട്ട് ആ സ്വലാത്ത് എല്ലാ ദിവസവും ദലായിലുമായിട്ട് ഉണ്ടാക്കിയ ആളാണ് മുഹമ്മദ് സുലൈമാൻ ജസൂലി മൊറാത്തി എന്ന സ്ഥലത്താണ് ഇപ്പോൾ അവിടെ കവറുള്ളത്. എന്നാൽ അദ്ദേഹം ഒരിക്കൽ മറാത്തിലെത്തി അദ്ദേഹത്തിന് കുടിക്കാനും ഓരോരുത്തരും വെള്ളം